തിരുവനന്തപുരം കഴക്കൂട്ടത്ത് കൊഴുപ്പു നീക്കാൻ ശസ്ത്രക്രിയക്കിടെയുണ്ടായ പിഴവിൽ തുമ്പ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ശസ്ത്രക്രിയാ പിഴവിനെ തുടർന്ന് യുവതിയുടെ 9 വിരലുകളാണ് മുറിച്ചു മാറ്റേണ്ടി വന്നത്. 31 വയസ്സുകാരിയായ നീതുവിന്റെ വിരലുകളാണ് മുറിച്ചു മാറ്റിയത്. കഴക്കൂട്ടം കുളത്തൂരിലെ കോസ്മെറ്റിക് ആശുപത്രിയിലാണ് കൊഴുപ്പ് നീക്കാനുള്ള ശസ്ത്രക്രിയ നടത്തിയത്. മോളുടെ കല്യാണം കഴിഞ്ഞ് 7-ാം മാസത്തിൽ കുഞ്ഞ് പ്രസവിച്ചു. 2 ഇരട്ട കുട്ടികളാണ്. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം കുഞ്ഞിന് കുറച്ച് വയറുണ്ടായിരുന്നു. അപ്പോൾ ആ വയറിന് വേണ്ടി കുഞ്ഞ് പലയിടത്തും പോയി എക്സസൈസ് ചെയ്തപ്പോൾ അത് സഫലമായിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു പരസ്യം കുഞ്ഞ് യൂട്യൂബിൽ കണ്ട് അപ്പോൾ അവരുമായിട്ട് കോൺടാക്ട് ചെയ്തപ്പോൾ അവർ ഇത്ര ലക്ഷം രൂപയാവുമെന്ന് പറഞ്ഞു. ആദ്യമേ 5 ലക്ഷം രൂപയാണ് ചോദിച്ചത്. ഇപ്പോൾ കുഞ്ഞ് അതിന് തയ്യാറായില്ല. പിന്നെ 3 ലക്ഷം രൂപയ്ക്ക് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ കുഞ്ഞ് പറഞ്ഞു സമയം കിട്ടുമ്പോൾ ഞാൻ വന്നോളാം ഡോക്ടറെ എന്ന് പറഞ്ഞു. പിന്നെ കുഞ്ഞിനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കോൺടാക്ട് ചെയ്തുകൊണ്ടേയിരുന്നു. ഇത് ഇപ്പോൾ ഓഫറുണ്ട്, 3 ലക്ഷം രൂപയ്ക്ക് ഞങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അതനുസരിച്ചാണ് കുഞ്ഞ് അവിടെ പോയി ഇത് ചെയ്യാൻ തീരുമാനിച്ചത്. ഒരു ശനിയാഴ്ച രാവിലെ അവർ അവിടെ അഡ്മിറ്റ് ആവുന്നു. ശനിയാഴ്ച അതിന് ഓപ്പറേഷൻ കഴിഞ്ഞു. അന്ന് അവിടെ ഹസ്ബൻഡിനെ കാണിച്ചിട്ടില്ല. പിറ്റേന്ന് രാവിലെ 9 മണിക്ക് ശേഷം ഡിസ്ചാർജായി വീട്ടിൽ പോകാൻ പറഞ്ഞു. അങ്ങനെ സ്വന്തം കാറിലാണ് മോൻ വീട്ടിൽ കൊണ്ടുവന്നത്. ഒരു 11 മണിയൊക്കെ ആയപ്പം കുഞ്ഞിന് അസ്വസ്ഥത തുടങ്ങി, തല ചുറ്റിലെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടറെ അപ്പം തന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ്റെ മറുപടി ഉപ്പിട്ട് കഞ്ഞോളം കൊടുക്കാൻ പറഞ്ഞു. ഉടനെ ഉപ്പിട്ട് കഞ്ഞോളം കൊടുത്തു. അത് ഛർദ്ദിച്ചു. അങ്ങനെ 3-4 പ്രാവശ്യം ഇങ്ങനെ ഛർദ്ദിൽ വന്ന് തല കറങ്ങുന്നു എന്ന് പറഞ്ഞപ്പം പുള്ളിക്കാരൻ്റെ മറുപടി ഉപ്പിട്ട് കഞ്ഞോളം കൊടുക്കുക, ഓട്സ് കാച്ചി കൊടുക്കുന്നതാണ്. അപ്പം ലാസ്റ്റ് കുഞ്ഞിനെ വയ്യാതെ വന്നെന്ന് പറഞ്ഞപ്പം പറഞ്ഞു രാവിലെ 9 മണിക്ക് ക്ലിനിക്കിൽ കൊണ്ടുവരാൻ പറഞ്ഞു. 9 മണിക്ക് ക്ലിനിക്കിൽ കൊണ്ടുപോയപ്പം മരുമോനും മോളും കൂടാണ് പോയത്. അപ്പം കൊണ്ടുപോയപ്പോൾ പറഞ്ഞു 10 കുപ്പി ബ്ലഡ് അടയ്ക്കണം, ബ്ലഡ് ഒരുപാട് കുറവാണെന്ന് പറഞ്ഞത് ഓഫീസിലോട്ട് ലീവിന് എഴുതി കൊടുക്കാൻ പോയി. മോളെയും കൊണ്ട് ബ്ലഡ് അടയ്ക്കാൻ പോയി. 1 മണിക്കൂർ തികച്ചായില്ല. അപ്പം തന്നെ വിളിക്കുന്നു, നീതുവിൻ്റെ ആരോഗ്യനില വളരെ മോശമാണ്, പെട്ടെന്ന് ഇവിടെ എത്തണം എന്ന് പറഞ്ഞു. കുഞ്ഞ് ഓടി വന്നപ്പം കണ്ടത് ഇനോവ വണ്ടിയിൽ മോളെ കയറ്റുന്നതായിട്ടാണ് കാണിക്കുന്നത്. എന്നിട്ട് പുള്ളിക്കാരനോട് പറഞ്ഞു സ്വന്തം വണ്ടിയിൽ ഹോസ്പിറ്റലിലോട്ട് വരാൻ പറഞ്ഞു. മോൻ സ്വന്തം വണ്ടിയിൽ അനന്തപുരി വന്നിട്ട് പോലും ഇവരെത്തിയിട്ടില്ല. പിന്നെ അതിന് ശേഷം മണിക്കൂർ കഴിഞ്ഞ് ഇവിടെ എത്തി. അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞിന് അറ്റാക്ക് വന്നു. സ്വന്തം ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും ആംബുലൻസ് വിളിച്ചിട്ടില്ല. ക്രിട്ടിക്കലാണെന്ന് മോനോട് വിളിച്ചു പറഞ്ഞു. ഇവിടെ വന്ന് സ്ട്രെച്ചറിൽ കയറ്റി നേരെ ICUയിലാണ് കൊണ്ടുപോയത്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഡയാലിസിസും വെന്റിലേറ്ററിൻ്റെ സഹായത്തോടു കൂടിയാണ് ഞങ്ങൾ 28 ദിവസം ഈ ഹോസ്പിറ്റലായിട്ട് ബന്ധപ്പെട്ടത്. ഡോക്ടർ ഒരു തീരുമാനം പറഞ്ഞിട്ടില്ല. കുട്ടി പോയി എന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. പരാതി സിറ്റി പോലീസ് കമ്മീഷണർക്ക്, മുഖ്യമന്ത്രിക്ക്, കളക്ടർക്ക്, ആരോഗ്യവകുപ്പ് മന്ത്രിക്ക്, ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക്, മനുഷ്യാവകാശ കമ്മീഷന്, മേയർക്ക് എന്നിടത്തൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾക്ക് നീതി കിട്ടണം. കുട്ടിയുടെ കൈയും വിരലുകൾ മുറിച്ചു, കാലിൻ്റെ വിരലുകൾ മുറിച്ചു, വലത് കൈയിലെ 2 വിരലിന് അത് മുറിക്കണ്ട, അത് ചികിത്സ ചെയ്ത് മാറ്റാമെന്ന് പറയുന്നു. വലത് കാലിൻ്റെ 2 വിരലിനും കംപ്ലൈൻ്റ് ഉണ്ട്, അതും ചികിത്സ ചെയ്ത് മാറ്റാമെന്ന് പറയുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞെങ്കിൽ തന്നെ ആരോഗ്യസ്ഥിതി പൂർണ്ണമായി ആയിട്ടില്ല. അത് ഇനി പൂർണ്ണമാവുമെന്ന് നമുക്ക് ഒരു സംശയമുണ്ട്. അതേസമയം വിഷയത്തിൽ പ്രതികരിക്കാൻ ഇതുവരെയും ആശുപത്രി അധികൃതർ തയ്യാറായിട്ടില്ല. ജിബിൻ ജെബിയാണ് തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി ചെന്നത്. ജിബിൻ, ഞെട്ടിക്കുന്നൊരു സംഭവമാണ്. ചികിത്സാ പിഴവാണ് എന്ന് പ്രാഥമികമായി തന്നെ ഈ പ്രതികരണങ്ങൾ കേൾക്കുമ്പോൾ ആർക്കും തോന്നുന്നതാണ്. അങ്ങനെയാണ് കുടുംബം പറയുന്നതും. ആശുപത്രിയിലെ ആരെങ്കിലുമായി ഇപ്പോൾ പ്രതികരിച്ചില്ല എന്ന് പറയുമ്പോഴും ഏതെങ്കിലും തരത്തിൽ അവർ എന്താണ് സംഭവിച്ചത് എന്ന് വിശദീകരിക്കാൻ ശ്രമിക്കുന്നുണ്ടോ? ഇവരുടെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ എങ്ങനെയാണ്? രതീഷ്, ഈ കുടുംബത്തിന്റെ ആരോപണത്തിന് പിന്നാലെ നമ്മൾ ഈ കഴക്കൂട്ടത്ത് പ്രവർത്തിക്കുന്ന കോസ്മെറ്റിക് എന്ന് പറയുന്ന ആശുപത്രിയിൽ അവരുടെ പ്രതികരണം തേടിയിരുന്നു. പക്ഷേ തങ്ങൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവിടുന്ന് ആർക്കും സംസാരിക്കാൻ താല്പര്യമില്ലെന്നാണ് ആശുപത്രി അധികൃതർ. ഇക്കഴിഞ്ഞ ഫെബ്രുവരി മാസം 22-ാം തീയതിയാണ് 31 വയസ്സുകാരിയായിട്ടുള്ള കാലടി സ്വദേശിനി നീതു ഇവർക്ക് ഈ പ്രസവാനന്തരം ഉണ്ടായ അടിഞ്ഞുകൂടിയ കൊഴുപ്പ് നീക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകുന്നത്. ഈ ശസ്ത്രക്രിയ കഴിഞ്ഞ് 23-ാം തീയതി, അതായത് 22-ാം തീയതി ശസ്ത്രക്രിയ കഴിയുന്നു. 23-ാം തീയതി രാവിലെ തന്നെ ഈ യുവതിയെ വീട്ടിലേക്ക് അയക്കുന്നു. പക്ഷേ വീട്ടിലേക്ക് എത്തിയ ഉടൻ തന്നെ ഇവർക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. തുടർന്ന് ഭർത്താവ് തന്നെ ആശുപത്രിയിലേക്കും കൊണ്ടുവരുന്നുണ്ട്. തുടർന്ന് ഭർത്താവിനെ ആശുപത്രി അധികൃതർ 10 കുപ്പി ബ്ലഡ് വേണമെന്നുള്ള കാര്യം അറിയിക്കുന്നു. ഭർത്താവ് അത് സംഘടിപ്പിച്ച് വരുന്ന വഴിക്ക് കാണുന്നത് തൻ്റെ ഭാര്യ ഒരു ഇനോവ കാറിനകത്തേക്ക് കുറച്ച് പേർ കയറ്റുന്നതാണ് കണ്ടത്. തുടർന്ന് ചോദിച്ചപ്പോഴാണ് ഭാര്യയ്ക്ക് പെട്ടെന്ന് സ്ട്രോക്ക് വന്നിട്ടുണ്ട്, അതുകൊണ്ട് എത്രയും വേഗം അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കണമെന്ന്. തുടർന്ന് ഈ നീതുവിനെ തിരുവനന്തപുരത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഇവിടെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ, ഏകദേശം 22 ദിവസമാണ് നീതു വെന്റിലേറ്ററിൽ കിടന്നത്. ഈ വെന്റിലേറ്ററിൽ കിടന്ന സമയത്താണ് ഈ കൈയിലെയും കാലിലെയും
9 വിരലുകൾ മുറിച്ചു മാറ്റേണ്ട ഒരു അവസ്ഥയുണ്ടായിരിക്കുന്നു. പക്ഷേ ഈ കാര്യത്തിൽ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് കുടുംബം ആരോപിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, മകൾക്ക് ഇത്തരത്തിലൊരു സർജറി ചെയ്യേണ്ടി വന്നു. കാരണം 4 വർഷം മുൻപ് മകൾ ഇരട്ട കുട്ടികളെയാണ് പ്രസവിച്ചത്. അപ്പോൾ അത് 7 മാസം പ്രായമുള്ള കുട്ടികളെയാണ് പ്രസവിക്കേണ്ടത്. അതിനുശേഷം മകൾക്ക് ഈ വയറ്റിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടിയിരുന്നു. അത് നീക്കം ചെയ്യുന്നതിന് വേണ്ടി പലതരത്തിലുള്ള എക്സർസൈസ് ഒക്കെ ചെയ്തിരുന്നു. അത് ഫലം കാണാത്തത് കൊണ്ടാണ് ഈ ശസ്ത്രക്രിയയ്ക്ക് വിധേയമായത്. പക്ഷേ അവർ പറഞ്ഞ കാര്യമെന്ന് പറയുന്നത്, സാധാരണഗതിയിൽ ഇത്തരത്തിലൊരു ശസ്ത്രക്രിയയ്ക്ക് വിധേയമായി കഴിഞ്ഞാൽ 5 ദിവസമെങ്കിലും ആശുപത്രിയിൽ കിടത്തണം എന്നുള്ള ഒരു ചട്ടമുണ്ട്. പക്ഷേ ഈ ആശുപത്രി അധികൃതർ അതിന് തയ്യാറായില്ല. 2ാമത്തെ ദിവസം തന്നെ മകളെ വീട്ടിലേക്ക് അയക്കുകയാണ് ഉണ്ടായത്. തുടർന്ന് മകൾക്ക് ഇത്തരത്തിലുള്ള ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അതിനൊരു മരുന്ന് കൊടുക്കുന്നതിനോ മറ്റോ തയ്യാറാകാതെ ഓട്സ് കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഡോക്ടർ പറയുന്നത്. പിന്നീട് ഈ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നപ്പോഴും അവിടെയും പല ദിവസങ്ങളിലും ഈ ഓപ്പറേഷൻ നടത്തിയ ഡോക്ടറിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇതെന്തിനാണെന്നാണ് തങ്ങൾക്ക് മനസ്സിലാവാത്തത് എന്നുള്ള ഒരു ഗുരുതര ആരോപണം കൂടി കുടുംബം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഇവർ ഇപ്പോൾ പോലീസിന്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്ക്, ആരോഗ്യവകുപ്പ് മന്ത്രിക്ക്, ജില്ലാ പോലീസ് മേധാവിക്ക് ഉൾപ്പെടെ പരാതി നൽകിയിരുന്നു. ഈ പരാതികളുടെ അടിസ്ഥാനത്തിൽ ഈ പരാതി തുമ്പ പോലീസിന് കൈമാറുകയും തുമ്പ പോലീസ് ഈ കേസിൽ ഇപ്പോൾ FIR ഇട്ട് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ജിബിനി, ഒരു ശസ്ത്രക്രിയ നടത്തുന്ന ഘട്ടത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടോ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള ഏതെങ്കിലും പിഴവോ അങ്ങനെ എന്തെങ്കിലും ഇവർക്ക് ആ ഘട്ടത്തിൽ തോന്നിയിരുന്നോ, അതോ ഈ ഒരു ശസ്ത്രക്രിയയ്ക്ക് ശേഷം ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുള്ളതാണോ തുടക്കത്തിലെ ഒരു പ്രശ്നം? ശസ്ത്രക്രിയയുടെ സമയത്ത് യാതൊരുവിധ പ്രശ്നങ്ങളും നേരിട്ടിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം നമുക്കിപ്പോൾ നീതുവിനോട് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥ കൊണ്ട് തന്നെ നീതുവിൻ്റെ മാതാപിതാക്കളോട്, പ്രത്യേകിച്ച് നീതുവിൻ്റെ അമ്മയോടും ഭർത്തൃപിതാവിനോടുമാണ് സംസാരിച്ചത്. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഈ ശസ്ത്രക്രിയയുടെ ദിവസം നീതുവിനെ കാണാൻ സ്വന്തം ഭർത്താവിനെ പോലും ഈ ആശുപത്രി അധികൃതർ അനുവദിച്ചിട്ടില്ല എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. അടുത്ത ദിവസം രാവിലെ നീതുവിനെ വീട്ടിലേക്ക് അയക്കുന്ന സമയത്ത് മാത്രമാണ് ഭർത്താവിനെ നീതുവിനെ കാണാൻ അനുവദിച്ചതെന്നും പറയുന്നുണ്ട്. പിന്നീട് നീതുവിന് സംസാരിക്കുന്നതിനൊക്കെ തന്നെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് എന്താണ് സംഭവിച്ചത്, ഈ ശസ്ത്രക്രിയക്കിടയിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ഒരു കാര്യമൊന്നും തന്നെ കുടുംബത്തിന് ഒരു വ്യക്തതയില്ല. ഇപ്പോൾ നീതുവിൻ്റെ ആരോഗ്യസ്ഥിതി കഴിഞ്ഞ കുറച്ച് ദിവസം മുൻപാണ്. കാരണം ഈ വെന്റിലേറ്ററിൽ നിന്ന് ICUലേക്ക് മാറ്റി ശസ്ത്രക്രിയ നടത്തി കയ്യിലെയും കാലിലെയും വിരലുകൾ മുറിച്ചു മാറ്റി. ഇതിനുശേഷം ഇപ്പോൾ ആരോഗ്യസ്ഥിതി കുറച്ചൊന്ന് മെച്ചമായത് കൊണ്ടാണ് ICUലേക്ക് മാറ്റിയിട്ടുള്ളത്. ഗുരുതരമായ ശസ്ത്രക്രിയ പിഴവ് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. 9 വിരലുകളാണ് നീക്കം ചെയ്യേണ്ടി വന്നത് എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ ഗുരുതര സ്വഭാവം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. എന്തായാലും പരാതിയുമായി നീങ്ങുകയാണ് കുടുംബം. ജിബിൻ JB ആണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകി.